ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടിട്ടോ. അധികം അങ്ങോട്ടേക്ക് പോകില്ല, കാരണം ഈ ഭാഗത്ത് കംപ്ലീറ്റ് കാട് കാര്യങ്ങളാണ്. അയ്യോ, 1 2 3 4. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മലയാറ്റൂർ മലയുടെ താഴെ അടിവാരത്താണ് ഞാനുള്ളത്. ഇന്നിവിടെ നിൽക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ അടിവാരത്തു നിന്ന് തുടങ്ങി നമ്മുടെ അതിരംപള്ളി അതുപോലെ തന്നെ ഏഴാറ്റുമുഖം ഭാഗത്തോട് കണക്ട് ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് റൂട്ട് നമ്മുടെ ഇതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കൂടെ പോയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാര്യങ്ങളാണ് നമ്മളേതായാലും നോക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ നിൽക്കണതെന്ന് വെച്ചാൽ കറക്റ്റ് അടിവാരത്താണ് നിൽക്കുന്നത്. അടിവാരത്ത് ഒരു കനാലുണ്ട്, കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ കനാലിൻ്റെ സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ആ ഫോറസ്റ്റ് റൂട്ടിലോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ ഏതായാലും കാണാം കേട്ടോ. നമ്മൾ അടിവാരത്തു നിന്ന് ഇങ്ങോട്ടേക്ക് പോരുന്തോറും എന്താ വെച്ചാൽ ഈ റോഡ് കയറുന്നോറും അധികം വീടുകൾ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയുള്ള എല്ലാ വീടൊക്കെ കുറവാണ് ഈ ഭാഗത്ത്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഇതുപോലെ ക്രഷർ ഒത്തിരിയാണ് കേട്ടോ. ക്രഷർ അതുപോലത്തെ സ്ഥാപനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ഏതായാലും നമ്മൾ ബൈക്കിനാണ് വന്നത്. കുറച്ച് യാത്ര ചെയ്ത് ഫ്രണ്ടിലോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേരള വനം വകുപ്പ് മലയാറ്റൂർ ഡിവിഷൻ കാലടി റേഞ്ച്. അത് കാരക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനാണിത്. പിന്നെ ഇത് സെൻട്രൽ സർക്കിൾ തൃശ്ശൂരാണ് കേട്ടോ ഇത് വരുന്നത്. റൂട്ട് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റൂട്ട് തന്നെ കേട്ടോ. അത്യാവശ്യം നല്ല കാട് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നൈസായിട്ടുള്ള വ്യൂ ആണ് ഇതിൽ കൂടെ വന്നതിന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾ അതിരംപള്ളി അതുപോലെ ഏറ്റവും ഭാഗത്ത് പോകുന്നുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും നമ്മുടെ മലയാറ്റൂർ വന്നിട്ട് നമ്മുടെ ഈ വഴി ഉറപ്പായിട്ടും സെലക്ട് ചെയ്യണം. അതായത് നക്ഷത്രത്താളത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡാണിത്, നേരെ ഫോറസ്റ്റ് റൂട്ട്. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഉള്ളിലോട്ട് വരുന്തോറും വീട് കാര്യങ്ങളുണ്ട്, പക്ഷെ അത് വളരെ കുറവാണ് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ റബ്ബർ ടാപ്പിംഗ് ആണ് ഏറ്റവും കൂടുതൽ. റബ്ബർ മരങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള എന്താ വെച്ചാൽ ജോലിക്കാർ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ താമസിക്കുന്നത്. അല്ലാത്ത ആളുകളുണ്ടാവും, പക്ഷേ കുറവായിരിക്കും ഉള്ളിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഉള്ളിലോട്ട് ഒരു കാടിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ. പക്ഷേ നല്ല അടിപൊളി സ്ഥലമുണ്ട്. അത്യാവശ്യം നമുക്ക് ഈ ഇതിൻ്റെ അകത്തൂടെ എന്താ പറയുക, പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ അത്. പിന്നെ ഇതിൻ്റെ അകത്തേക്കുള്ള റോഡ് അത്യാവശ്യം കുഴപ്പമില്ല, വീതി കുറവാണ്. എന്നാലും എന്താ പറയുക, അത്യാവശ്യം നല്ല കുഴികളോ കാര്യങ്ങളൊക്കെ കുറവുള്ളൊരു റോഡ് തന്നെയാണ് കേട്ടോ. ഇവിടേക്ക് ഒത്തിരി ഇല്ലിമുള കാര്യങ്ങൾ അതുപോലുള്ള മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കുന്നത് ഈ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട്. അത്യാവശ്യം ഒന്നും പറയാമല്ലോ, നല്ല അടിപൊളി ഒരു റൈഡാണ് ഇതിൽ കൂടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് അത്യാവശ്യം ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ FIT കണിമംഗലം റോഡ് അതിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം കാണാൻ നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടിട്ടോ, എലഫൻറ്റ് ക്രോസിങ് ഏരിയ. അപ്പോൾ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് ഇവിടെ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. ഇപ്പം ഞങ്ങൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റോഡ് മോശമുള്ളൊരു വഴി കൂടെ കേട്ടോ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ ഏതായാലും അവിടെ നിന്ന് വന്നപ്പോൾ ഉണ്ടല്ലോ, കാലടി മലയാറ്റൂർ ഭാഗത്ത് നിന്ന് വന്നിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ ഫോറസ്റ്റിൻ്റെ അകത്ത്. അവിടെ നിന്ന് 2 റൂട്ടാണ് ഉള്ളത്. 2 റൂട്ട് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏഴാറ്റുമുഖം അതിരംപള്ളി ഭാഗത്തോട്ട് കയറാനുള്ള സ്ഥലത്തോട്ട് എത്താൻ പറ്റും. പക്ഷേ ഞങ്ങളിപ്പോൾ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഓഫ് റോഡ്, അതായത് ടാറിങ് ഉണ്ടെങ്കിലും അത്യാവശ്യം മോശമായി കിടക്കുന്ന റോഡിൽ കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ റോഡിൽ ഇത്തിരി കൂടെ കാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴി സെലക്ട് ചെയ്തത് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം ഇങ്ങനെ വരുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ റബ്ബർ ടാപ്പിംഗ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. റബ്ബർ മരങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ഉള്ളിലോട്ട് വരുന്തോറും ഇതുപോലെ പാറകൾ കാര്യങ്ങളൊക്കെ ഒത്തിരി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ കുറേ മരങ്ങളൊക്കെ മറിഞ്ഞെടുക്കണതൊക്കെ ഇഷ്ടംമാരെ നമുക്ക് ഈ റോഡിൽ കാണാൻ പറ്റും. പിന്നെ ഈ ഭാഗത്തൊന്നും ആരെയും കാണാനില്ല കേട്ടോ. വിജനമാണ് ഈ ഭാഗമൊക്കെ കാണാനുള്ളൂ, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, വിജനമായിരിക്കുള്ളൂ. ഞങ്ങൾ ബൈക്കിന് വന്നുകൊണ്ട് അത്യാവശ്യം ഒരു ഓഫ് റോഡാണ് സെലക്ട് ചെയ്തത്. പക്ഷേ ഇത് ഇത്തിരി ഓവറായി പോയാലൊന്നും സംശയമുണ്ട്. റോഡൊക്കെ അത്യാവശ്യം
നല്ല മോശമുണ്ടോ. ഈ ഭാഗത്തൊക്കെ ഒത്തിരി പാറകൾ കാണാം. നേരത്തെ പറഞ്ഞല്ലോ, ഇഷ്ടംപോലെ പാറകളാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അതെ കാട്ടിലൂടെ പോന്നിട്ട് കുറേ ഉള്ളിലെത്തി കേട്ടോ. ഇവിടുത്തെ ഇതുപോലുള്ള പഴയ ബിൽഡിങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം. സംഭവം അത്യാവശ്യം ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കണമെങ്കിൽ എന്താ പറയുക, നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഇങ്ങനെയൊക്കെ കിടക്കണമെന്നാണ്. പക്ഷേ ഈ ഭാഗത്തൊന്നും ഒരൊറ്റ മനുഷ്യന്മാരില്ല കേട്ടോ. ഫുള്ള് കാലിയാണ്. ഫുള്ള് എന്താ പറയുക, റബ്ബർ തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തോട്ടൊക്കെ അത്യാവശ്യം ഒത്തിരി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്നും കയറാൻ പറ്റില്ല. കാരണം ഒന്നാമത് ഫോറസ്റ്റിൻ്റെ ഡിവിഷനിൽ വന്ന സ്ഥലങ്ങളാണ്. നമ്മൾ അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ കണ്ടില്ല ആ ഭാഗത്തൊക്കെ അറ്റത്തോട്ടൊക്കെ, ഇത് നമ്മുടെ ക്യാമറയിൽ എത്രമാത്രം കിട്ടുമെന്ന് അറിയില്ല. അതായത് അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയ ഉണ്ടോ അപ്പുറ സൈഡിലൊക്കെ. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതിങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചേ. അതായത് ഇവിടെ ഫുള്ള് റബ്ബർ മരങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇവിടുത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് റബ്ബർ ടാപ്പിംഗ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ വെളുപ്പാങ്കാലത്ത് ആയിരിക്കുള്ളൂ ഇവർ ഈ ടാപ്പിങ്ങിനൊക്കെ ഇറങ്ങണത്. അത് ഈ കാടിൻ്റെ നടുക്ക്. അപ്പോൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർക്ക് ശരിക്കും പറഞ്ഞത് ശീലമായിരിക്കുള്ളൂ. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പേടിയൊക്കെ തോന്നും. കാരണം നമ്മൾ കേട്ടിട്ടില്ലേ, മലയാറ്റൂർ പുലി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇതുപോലെ ഏരിയയിലൊക്കെ ആയിരിക്കുള്ളൂ. അത്യാവശ്യം നല്ല കാട് കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിലാണ് അവർ ടാപ്പിങ്ങിന് വെളുപ്പിന് വരുന്നത്. അത് സമ്മതിക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് ഒരു ചെറിയൊരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടോ. ഇവിടെ ചെറിയൊരു കപ്പേള പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, അങ്കമാലി കാലടി. അതായത് 2 റൂട്ടുണ്ട്. ഒന്ന് ഞങ്ങൾ വന്ന റൂട്ട് ഇതാണ്, പിന്നെ അതിൽ കൂടെ ഒരു റൂട്ടുണ്ട്. അതായത് അങ്കമാലി കാലടി മലയാറ്റൂർ, കണ്ടില്ലേ. അത് നമുക്ക് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ റൂട്ട് വഴി പോകാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മലയാറ്റൂർ, പെരുമ്പാവൂർ, മൂന്നാർ, അത് നമ്മുടെ ഈ ലെഫ്റ്റ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും പോകാൻ പറ്റും. ഈ കാണുന്ന സ്കൂൾ കണ്ടില്ലേ, ഇത് കാലടി പ്ലാന്റേഷൻ ആണ്. കാലടി പ്ലാന്റേഷൻ സ്കൂളാണ് കാണുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളാണ് കാണുന്നത്. നമ്മുടെ കാടിൻ്റെ നടുക്കുള്ളൊരു സ്കൂളാണ്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് സ്കൂളിൻ്റെ പരിസരം കാണാനായിട്ട്. അതും മാത്രമല്ല നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് നിങ്ങൾ നോക്കിയേ, അപ്പം മലയാണ്. എന്ത് ഭംഗിയാണ് നോക്കിയേ, അടിപൊളിയല്ലേ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാനായിട്ട് തന്നെ. പിന്നെ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു മരം ഉണ്ടോ, അതായത് നമ്മുടെ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കണ്ടോ ഒരു പ്രത്യേകതരം മരം. അതായത് ഭയങ്കര സ്മെല്ലടിച്ചിട്ട് നോക്കിയതാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, ചെറിയ കായക്കൂടെ അടുത്ത് താഴ്ത്തുണ്ടായി കിടപ്പുണ്ട്. അതുപോലെ ഇതിൻ്റെ പൂവ് കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിയ പൂവാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് അറിയില്ല, പക്ഷെ ഭയങ്കര സ്മെല്ലുണ്ട് കേട്ടോ ഇതിനകത്ത്. നമുക്ക് ഇവിടെ തുടങ്ങിയുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ്. അതായത് നേരെ അപ്പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ഈ മലനിരകളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ഏരിയ ഉണ്ട് ഇത്. അതായത് നമ്മുടെ ഈ കാലടി പ്ലാന്റേഷൻ സ്കൂളിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങിയുള്ള വ്യൂ ആണ് ഇതൊക്കെ. നല്ല സൂപ്പർ വ്യൂ ആണ്ടേ. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അത്യാവശ്യം ഈ കാണ്ടിൽ ഇവിടെ യാത്ര ചെയ്ത് ഇവിടെ അത്യാവശ്യം നല്ല മഴ കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേന്ന് വെച്ചാൽ നമ്മുടെ അതിരമ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ആണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കംപ്ലീറ്റ്. ഇവിടെ കുറേ പശുക്കിടക്കള തന്നെ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് ആണോന്ന് എനിക്കറിയില്ല. ഞാൻ പല സ്ഥലത്തും നോക്കാറുണ്ട്, അതായത് ക്യാമറ നോട്ട് അലൗഡ് എന്നുള്ള ബോർഡ് ഉണ്ടാകുന്നു. പക്ഷേ ഇതുവരെ എങ്കിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനതൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് അത്യാവശ്യം നല്ല അടിപൊളി കാടായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല മഴയുണ്ട് ഇവിടെ. ഇപ്പം ഓരോ സൈഡ് തിരിഞ്ഞാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന കംപ്ലീറ്റ് അതിരമ്പള്ളിയുടെ ഫോറസ്റ്റ് സ്റ്റേഷനായിട്ട് കാണുന്നത്. അപ്പം ഞങ്ങൾ ഒത്തിരി ഉള്ളിലോട്ട് വന്ന് എന്താ പറയുക, നല്ല മഴയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും ഞങ്ങൾ ഈ റോഡ് അറ്റത്തോട്ട് പോകണം. അതിരമ്പള്ളിക്ക് പ്ലാൻ ചെയ്താൽ പോകുന്നത്. ഇനിയിപ്പോൾ ഏതായാലും ഒന്ന് റിട്ടേൺ പോകാൻ വേണ്ടിയുള്ള പ്ലാനാണ്. കാരണം കയ്യിൽ കോട്ടോ കാര്യങ്ങളൊന്നുമില്ല.
അത്യാവശ്യം നല്ല മഴയാണ്. ഇവിടെ കംപ്ലീറ്റ് മറ്റേ പന പോലത്തെ മരങ്ങളാണ് നിറച്ച്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടിട്ടാ. നമ്മൾ അടുത്തോട്ട് അധികം പോകുന്നില്ല, നിങ്ങൾക്ക് അടുത്തത് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അവിടെ ഒരു ആന നിൽപ്പുണ്ട് കേട്ടോ. അവിടെ 2 ആന, 2 അല്ല കേട്ടോ, അതിൽ കൂടുതൽ ആനകളുണ്ടാവും ഭാഗത്ത്. നിങ്ങൾക്ക് എത്ര പേർക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അയ്യോ, 1 2 3 4 കുറേ ആനകളുണ്ട് കേട്ടോ ഇവിടെ. കണ്ടില്ലേ, അവിടെ അറ്റത്ത് നിൽപ്പുണ്ട്. നമുക്കത്ര സേഫ്റ്റി അല്ല, കാരണം ഇവിടെ കണ്ടില്ലേ 1 2 3 4 5 ആനകളാണ് ഇതിനകത്തുള്ളത്. എൻ്റെ പൊന്നോ, വെറുതെ ആയിട്ട് ഇവിടെ വന്നിട്ട് നല്ല അടിപൊളി കാഴ്ച കണ്ടാ കാണുന്നത്. കണ്ടില്ലേ, ആനറ്റത്ത് നിൽപ്പുണ്ട് കേട്ടോ. അതൊക്കെ ആനകളാണ് കംപ്ലീറ്റ്. ഏതായാലും നമ്മളോട് നിർത്തിയ വീഡിയോ അധികം അങ്ങോട്ടേക്ക് പോകില്ല, കാരണം ഈ ഭാഗത്ത് കംപ്ലീറ്റ് കാട് കാര്യങ്ങളാണ്. ആന നമ്മളൊന്ന് നോക്കുന്നുണ്ട്, നമ്മളെ റിട്ടേൺ പോകണ്ട. അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോ പിടിച്ചത് നിർത്തുകയാണേ. നല്ല അടിപൊളി കാഴ്ച കേട്ടോ നല്ല കാണുന്നത്.